ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് മൂന്നാർ പോവാണ്. ഇപ്പോൾ നമ്മൾ 12 മണി കഴിഞ്ഞ് 1 മണിയായി. നമ്മൾ പോകാൻ ബസ്സും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വരും. എല്ലാവരും ഉറങ്ങി. ലേറ്റായിപ്പോയി. 12 മണി എന്ന് പറഞ്ഞപ്പോൾ 1 മണിയായി. നുസ്രായനകത്തോട്ടിരിക്കൊണ്ട് ഉറങ്ങിയിട്ടില്ല. നുസ്രായ വിളിക്കാം. അപ്പോൾ നമ്മൾ കമ്പനി പോയിട്ടാണ്. ഇതാണ് ഡ്രസ് കോഡ്. അപ്പോൾ നമ്മൾ മൂന്നാർ പോയിട്ട് കാണാം. അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ മൂന്നാറാണ് പോകുന്നത്. അപ്പം ബസ് കാത്തിരിക്കുകയാണ്. ബസ് വരാനൊക്കെ പറയാൻ വന്നില്ല. അപ്പം 12 മണി എന്ന് പറഞ്ഞപ്പോൾ 1 മണിയാവാറായി. അപ്പോൾ നമ്മൾ മൂന്നാറിന് പോകാൻ ബസ് വരാനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകണം. അപ്പോൾ ബസ് ഇങ്ങനെ വോയിച്ച് കാണുക. സൂപ്പർലി കുറേ പേരുണ്ടോ ഡാൻസ് പാടൊക്കെ തുടങ്ങി. ഇപ്പോൾ രാത്രിയായപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ രാവിലെ 6:30 ആയപ്പോൾ നമ്മൾ മൂന്നാറിൽ വരുവാണ്. ഇങ്ങനെ ഓരോ ടേണിങ്ങിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഓരോ മരങ്ങളും എല്ലാം കിടന്ന് മൂടി കിടക്കുവാണ്. അപ്പോൾ നമുക്ക് അത് ഒരുപാട് നല്ലോണം കാണാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ റൂം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ കാഴ്ചയാണത്. റൂം നമ്മൾ ഫ്രഷ് ആവാൻ എടുത്തായിരുന്നു. പിന്നെ ആയിട്ട് നമ്മൾ ഡാൻസും പാട്ടൊക്കെ ഡ്രസ്സൊക്കെ മാറി ഡാൻസ് പാട്ടൊക്കെ തുടങ്ങി. പിന്നെ ആയിട്ട് നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചായിരുന്നു എല്ലാവരും കൂടെ ആയിട്ട്. ഫുഡൊക്കെ കഴിച്ചെന്നുള്ള വേറെ എത്തിയ ശേഷം നമ്മൾ ബസ്സിൻ്റെ മുമ്പിൽ വെച്ച് കുറച്ച് ഡാൻസൊക്കെ എടുത്തായിരുന്നു. അതാണിത്. നമ്മൾ ഷോർട്സിൽ ഇടുന്നതായിരിക്കും. എന്നിട്ട് നമ്മളെ യാത്ര മുന്നോട്ട് പോയി. തേയിലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. തേയിലത്തോട്ടമൊക്കെ നല്ല ആ പച്ചപ്പൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നല്ല കാണാൻ രസമുണ്ടായിരുന്നു. ഭയങ്കര വ്യൂ ആയിരുന്നത്. പിന്നെ നമ്മൾ ആ തേയിലത്തോട്ടത്തിൻ്റെ അകത്ത് കൂടെ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചായിരുന്നു. അങ്ങനത്തെ ഉള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ കയറി പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയത് നല്ല രസമാണ്. കണ്ടോ, നല്ല രസമാണ് കാണാൻ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണിത്. പിന്നെ വീണ്ടും നമ്മൾ പാട്ട് ഡാൻസ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അടിച്ചു പൊളിച്ചു. പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് കുരങ്ങനെയൊക്കെ കാണാൻ പറ്റും. കണ്ടോ, അവിടെ ആ ബസ്സിൻ്റെ ക്യാമറ പൊട്ടിക്കുമായിരുന്നു അതിൻ്റെ ജോലി. പിന്നെ ഇഷ്ടക്കണക്കിനും കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഇത്ര കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ നമ്മൾ എക്കോ പോയിൻ്റ് ഉണ്ട്. 10 രൂപ എൻട്രൻസ് എടുത്ത് കയറാം. അപ്പോൾ നമ്മൾ കയറിയ ഫസ്റ്റ് നമ്മളിങ്ങനെ പോയപ്പോൾ ഫസ്റ്റായിട്ടൊന്നും എക്കോ ഒന്നും നമ്മൾ കേട്ടില്ലായിരുന്നു. പിന്നെ ചെറുതായിട്ടൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു. അവിടെ ബോട്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുകയാണ്. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ വേറെ ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന അത് നമ്മൾ കുറേ നടന്ന് പോകുന്നതിന് ശേഷമാണ് അത് കാണാൻ പറ്റുന്നത്. അവിടെ നല്ല പൂക്കളും കാര്യങ്ങളും പിന്നെ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ പിന്നെ അതിന് ശേഷം കുറച്ചും കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ കടകളൊക്കെ കാണാം. കുറേ നമ്മളെ ഇഷ്ടക്കണക്കിന് കടകളുണ്ട് കേട്ടോ ഇവിടെ. കുട്ടികൾക്കുള്ള ഇഷ്ടക്കണക്കിന് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം കണ്ടായിരുന്നു. നല്ല അടിപൊളി പാവകളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ചോക്ലേറ്റ്സിൻ്റെ കടകളുണ്ട്, ചോക്ലേറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോയ നമ്മൾ ഒരു വലിയവർക്ക് 20 രൂപ കൊടുത്തുള്ള എൻട്രൻസ് കയറിയ ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നതാണ്. നല്ല വ്യൂ ആണ്. നമ്മൾ മൂന്നാർ മൊത്തം കാണാൻ പറ്റുന്നത്. അവിടെ നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ ഇസ്രായേലാണ് കീസിനെ മേടിച്ചായിരുന്നു ഇതിനകത്തുനിന്ന്. കണ്ടോ, പിന്നെ വളകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നുസ്രത്ത് കാണിച്ചു തരുവാണ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളത് 2 മേടിച്ചായിരുന്നു. പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെ കുറേ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ബസ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഡാൻസും കളിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നാറിലെ യാത്ര. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി. ഒരു 3 മണിയായപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്നാർ പോയിട്ട് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ, സീ യു.